ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഇന്നില്ലേ ഒരു വീഡിയോ കാണാനിടയായേ. നമ്മുടെ ഈ ഇടയ്ക്ക് ഒരു വ്ളോഗറിൻ്റെ ഒരു മാരേജ് കഴിഞ്ഞിട്ടുണ്ട്, ഗ്ലാമി ഗംഗ പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ ആദ്യം മുതൽക്കേ കണ്ടിട്ടുള്ളതുകൊണ്ട്, അതായത് ഒരു കൊച്ചു വീടുണ്ടായിരുന്ന സമയത്തേ കണ്ടതുകൊണ്ട്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പെരുമാറ്റത്തിലുണ്ടാകുന്ന ഒരു വിയേർഡായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് നമ്മൾ കണ്ടത്. അതായത് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, കുറച്ച് അഡാപ്റ്റ് ആവാൻ ടൈം എടുക്കുമെന്ന് പറയാം. പക്ഷേ ഇവർ നോർമലി മുൻപേ അറിയുന്നതും വരുന്നതും പോകുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെ വലിയ ഇഷ്യൂസോ കാര്യങ്ങളോ ഇല്ല. എങ്കിൽ പോലും അതിൽ പറയുന്നുണ്ടായി, ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയുടെ ഹസ്ബൻഡിന് ഒരു പെങ്ങളുണ്ട്. ആ പെങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഇത്ര കറികളൊക്കെ ചെയ്തിട്ട് പോയി, ഇത്ര പാചകങ്ങളൊക്കെ ചെയ്തിട്ട് പോയി, എനിക്ക് വേറെ പണികളൊന്നുമില്ല, എനിക്ക് പണികളൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ വ്ളോഗൊക്കെ മുൻപേ കാണുന്ന ആൾക്കാരാണ്, ഈ കുട്ടിയുടെ വ്ളോഗൊക്കെ മുൻപേ കാണുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളൊക്കെ കണ്ടിരുന്ന ആ കുട്ടി നന്നായി വെച്ചിരുന്നതും ഫുഡൊക്കെ നന്നായി റെഡിയാക്കിയിരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പാചകം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അവർ വീട്ടിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ അവർ വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അതല്ലാതെ ഈ കുട്ടി പറയുന്നത് എനിക്ക് രാവിലെ എഴുന്നേറ്റുള്ള ശീലമില്ല, 11 മണിയാകുമ്പോഴൊക്കെ എണീക്കുള്ളൂ എന്നാണ്. എന്നിട്ടും ഈ കുട്ടി ഒരു വീഡിയോയിൽ അപ്പവും കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം ഒരു വീട്ടിൽ വന്നിട്ട് പറയണത്, അല്ലെങ്കിൽ ഒരു വീഡിയോന് മുന്നിൽ വന്നിട്ട് പറയണതെന്ന് അറിയത്തില്ല. ഇൻ കേസ് കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ഇതുപോലെ കള്ളം പറയണോ, അങ്ങനെ എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? ഇല്ലല്ലോ. എന്താണ് ഇവർ ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു കണ്ടൻറ്റ്? അവർ എന്താണ് ഈ പറയുന്ന പോലെ എന്തുദ്ദേശിച്ചാണ് ഈ പറയുന്നത്? അല്ല, എന്താണ് ഈ സമൂഹത്തിനോട് അവർ കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു കണ്ടൻറ്റ്, അല്ലെങ്കിൽ ഒരു ഈ ഈ പറയുന്ന പോലെ ഒരുപാട് സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഇവരെന്താണ് ഇൻഫ്ലുവൻസ് ആയിട്ട് കൊടുക്കുന്നത്? ബാക്കിയുള്ളവർക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എന്ത് മാർഗനിർദ്ദേശങ്ങളാണ് ഇവരെ കണ്ടത് ഏത് രീതിക്ക് പഠിക്കണം എന്നുള്ളതാണ് ഇവരുദ്ദേശിക്കുന്നത് എന്നാണ് അവരുദ്ദേശിക്കുന്നത്. എനിക്ക് ഒന്നും അറിയത്തില്ല, ഞാൻ നേരത്തെ എഴുന്നേൽക്കത്തില്ല, എനിക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ല. ഈ കുക്കിംഗ് ഒന്നും അറിയാത്ത ആളാണോ രാവിലെ അവിടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതും ഈ പറയുന്ന പോലെ പൊതിച്ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്? അതിൻ്റെ വീഡിയോ ക്ലിപ്പൊക്കെ വേറെ യൂട്യൂബേഴ്സൊക്കെ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് ഷോർട്ടായിട്ട്, ഞാനതെടുത്തിട്ടിട്ടില്ല. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ആ കുട്ടി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട്. അവരുടെ ഒരു പെരുമാറ്റത്തിലാണെങ്കിൽ ശരി, അവരുടെ സംസാരത്തിലാണെങ്കിലും ശരി, കുറച്ച് കൊഞ്ചൽ കൂടിയിട്ടുണ്ട്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടണു, ആരൊക്കെ കാണേണ്ട പോലെ, അതായത് ആരൊക്കെയോ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ, സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന പോലെയല്ല, ആർക്കൊക്കെയോ വേണ്ടി ചെയ്യുന്ന പോലെ, അങ്ങനെയൊക്കെ ഫീലിങ്സ് ഉണ്ട്. അവരുടെ വീഡിയോയിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കല്യാണത്തിന് മുൻപും ശേഷവും. പിന്നെ അവരുടെ ഇടയിൽ കണ്ടിരിക്കുന്ന ഒരു ഗിഫ്റ്റ് പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ലാഗിൻ്റെ അങ്ങേ തലത്തിൽ ലാഗാണ് അതുള്ളത്. അത് ഒന്ന് എഡിറ്റ് ചെയ്തിടുന്ന സമയത്ത് അവർക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. വെറുതെ കണ്ണി കണ്ടതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ വേണ്ടവർക്ക് കണ്ടാൽ മതി, വേണ്ടാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോയാൽ മതി. അതൊക്കെ ഓപ്ഷണലായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെ വെറുപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവരുടെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ ആ കുട്ടിക്ക് തന്നെ മനസ്സിലാവുന്നില്ല തോന്നുന്നു. താൻ എന്താ പറയണത്, എന്താ ചെയ്യണം, മുൻപെന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ പറയുന്നത്. എന്തെങ്കിലും ഒരു കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് സമൂഹത്തിൽ ഇട്ട് കൊടുത്ത് അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാവട്ടെ, അത് വൈറലാവട്ടെ, എൻ്റെ പേര് 4 ആൾക്കാർ സംസാരിക്കട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നത് ആവാം. അതല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയുടെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യ കാണാൻ വേണ്ടിയിട്ടുള്ള ഷോ ഓഫ് ആവാം. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അല്ല അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിന് നല്ലൊരു മെസ്സേജോ കാര്യങ്ങളോ അല്ല ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും അറിയാൻ പാടില്ലേ, ചേച്ചി വെച്ചിട്ട് പോയി, എന്നിട്ട് ചേച്ചി ജോലിക്കും പോയി, ഇതാണ് അവർ പറയുന്നത്. ഞാൻ അവിടെ പോയി ഹെൽപ്പ് ചെയ്യണം, ചേച്ചിക്ക് ഇന്ന പോലുള്ള ജോലിയുണ്ട്, ഇനി ഞാൻ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും കറിക്കാരിയേ, അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ അവിടെ പോയി വെറുതെ ഒന്ന് സംസാരിച്ചാലും മതി, അടുക്കളയിൽ പോയി നിന്ന് വെറുതെ സംസാരിച്ചാലും അവർ ഹാപ്പി ആയിരിക്കും. ഇവന്തോ അറിയില്ല എന്ന് തന്നെ വിചാരിക്കുക. നമ്മളെല്ലാവരും അറിഞ്ഞിട്ടല്ല ഇപ്പം എല്ലാ ഭക്ഷണവും ഉണ്ടാക്കുന്നത്,
എല്ലാം യൂട്യൂബിൽ നോക്കാം. യൂട്യൂബിനെ കുറിച്ച് ABCD അറിയുന്ന ആൾക്കാർക്ക് യൂട്യൂബിലൊക്കെ എങ്ങനെയാണോ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാനുള്ള ഒരു ഇതറിയുന്നില്ല. രാവിലെ എണീക്കാൻ മടി. 11 മണിക്കേ എഴുന്നേൽക്കുള്ളൂ. എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. എനിക്കും ജോലിയുണ്ട്. ഞാനും ജോലിക്ക് പോകുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ ഈ പറയുന്ന പോലെ കുടുംബം നോക്കുന്നുണ്ട്, കുട്ടികളെ നോക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ കല്യാണം കഴിച്ച് പോകുന്ന കുടുംബവും കുട്ടികളും നോക്കാനാണെന്ന് വെച്ചാൽ അല്ല. നമ്മുടെ കാര്യം കൂടി നോക്കണം. സ്വയം ഉള്ള കാര്യം കൂടി നോക്കണം എന്നാണ് പറയുന്നത്. സ്വന്തം കാര്യം കൂടി നോക്കാതെ ഈ പറയുന്ന പോലെ ചേച്ചി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കഴിക്കേ വേണ്ടുള്ളൂ എന്നൊക്കെ പറയുന്നതിൽ എന്ത് മെസ്സേജ് ഈ കുട്ടി കൊടുക്കുന്നവർ അറിയുന്നില്ല. എന്തായാലും ഇത് നല്ലൊരു രീതിക്കുള്ള ഒരു മെസ്സേജ് അല്ല. എനിക്കത് പറയണം തോന്നി, ഞാനത് പറഞ്ഞു. അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.